ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണം. സന്തോഷമായിട്ടിരുന്ന് തന്നെ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യൂണിറ്റ് തുടങ്ങാം. ഒരു ഫസ്റ്റ് യൂണിറ്റാണ് തുടങ്ങുന്നത് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ടിഷ്യൂ. യൂണിറ്റിൻ്റെ പേരെന്താണ്? ടിഷ്യൂ. അതിനകത്തുള്ള പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെൽ എന്താണെന്ന് നോക്കാൻ പോകും. സെൽ ആര് കണ്ടുപിടിച്ചു, സെൽ എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മളൊരു ഇൻട്രോ തുടങ്ങുമ്പോൾ ഒരു എന്താണെന്ന് അറിയണ്ടേ, സെല്ലൊക്കെ എന്തുവാണെന്ന്. അപ്പോൾ സെല്ല് കണ്ടുപിടിച്ച ആരാണ്? സെല്ല്, കോശം അറിയാമല്ലോ. സെല്ലിൻ്റെ മലയാളമാണ് കോശം, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സെല്ലാരാ കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് സെല്ല് കണ്ടുപിടിച്ചത്. ആരാ കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് സെല്ല് കണ്ടുപിടിച്ചത്. സെല്ലെന്ന് വെച്ചാൽ എന്തുവാ? അതും നമുക്കറിയാവുന്ന കാര്യം. എന്തുവാ? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവനുള്ള എല്ലാത്തിനും, അതായത് പ്ലാന്റ്സ് ആയാലും ആനിമൽസിനാണെങ്കിലും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ട്. സെല്ലിൽ ഇല്ലാതെ മനുഷ്യനെയോ മൃഗങ്ങളെയോ എല്ലാം നിർമ്മിക്കാൻ പറ്റുമോ? അല്ലെ പ്ലാന്റ്സിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് ടൈനി, ചെറിയ മൈക്രോസ്കോപ്പിൽ കൂടുതൽ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സെൽസ് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും. ഈ ആനിമൽസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണല്ലോ മാമൽസിൻ്റെ കൂട്ടത്തിലുള്ള നമ്മൾ മനുഷ്യരും. അപ്പോൾ മനുഷ്യരായാലും ആനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് ചെറിയ സെൽസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനാണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലും, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഏത് പറയാം? അമീബ, പാരമീസിയം, ഇതൊക്കെ യൂണിസെല്ലുലാറിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ മൾട്ടി സെല്ലുലാറിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും എന്താണ് പ്ലാന്റ്സും ആനിമൽസും എല്ലാം മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലും അതിനകത്ത് ഒരു ലിവിങ് സബ്സ്റ്റൻസ് ഉണ്ട്. ഏതാണ്? protoplasm. But the cell, whether that of a unicellular organism or a multicellular organism, consists of protoplasm, the living substance. സെല്ലുള്ള ഏത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ സെല്ലിനെ ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉള്ളതാണെങ്കിലും സെല്ലെന്ന് പറയുന്നത് തന്നെ നമുക്ക് ജീവനുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സെല്ലിൽ ജീവനുള്ള ആ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? പ്രോട്ടോപ്ലാസം. ഓക്കെ, പ്രോട്ടോപ്ലാസം. ഇനി സെല്ലിനകത്ത് ഒരുപാട് വേരിയസ് ഓർഗനൽസ് പ്രസൻ്റ് ആയിരിക്കും. സെല്ലിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഓർഗനൽസ് പ്രസൻ്റ് ആയിരിക്കും, പല രീതിയിലുള്ള ഓർഗനൽസ്. ഈ ഓർഗനൽസ് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഫങ്ഷൻസും കാണും. എല്ലാ ഓർഗനൽസിലും ഓരോരോ ഫങ്ഷൻസ് കാണും. അപ്പോൾ നമുക്ക് ലൈഫ് ബിഗിൻസ് ഹിയർ എന്ന് പറഞ്ഞൊരു ചാർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കാം. കുറേ സെല്ലുകൾ കൂടി ചേർന്നാണ് കുറേ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ആ ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻസ് ആയിട്ട് മാറും. ഓർഗൻസ് എല്ലാം കൂടെ ചേർന്ന് ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗൻ സിസ്റ്റം എല്ലാം കൂടെ ചേരുമ്പോഴാണ് മൊത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഒരു ഓർഗാനിസമായിട്ട് രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലെന്താണെന്നും സെല്ലാര് കണ്ടുപിടിച്ചു അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെയും രീതികളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ടിഷ്യൂസ് എന്താണെന്ന് നോക്കാൻ പോവാം. ടിഷ്യൂസ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ടിഷ്യൂസിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് വെച്ചാൽ ഓൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ എല്ലാം ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഗോട്ട് എന്ന് പറയാം. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെയും സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ സിംഗിൾ സെല്ല് എന്ന് പറയുന്ന ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഇത് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? റിപ്പീറ്റഡ്ലി ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും അല്ല, അങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് തൗസൻഡ്സോ അല്ലെങ്കിൽ മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ആയിട്ടുള്ള സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ മനുഷ്യരിലാണെങ്കിൽ അത് ട്രില്യൺസോ അത്രത്തോളം ഉണ്ട്. ഇതിനകത്ത് ചില സെല്ലുകൾ
സ്കിൻ ഫോം ചെയ്യും. സം ഓഫ് ദി സെൽസ് ഫോം സ്കിന്നിന് നമ്മുടെ ശരീരത്തുള്ള സ്കിന്നിന് ഉള്ള സെൽസ് ആയിരിക്കും. പിന്നെ ചിലതൊക്കെ മസിൽസിന് വേണ്ടിയുള്ള സെൽസ്, സം ഫോം മസിൽസ്, സം അതേഴ്സ് ഫോംസ് ബോൺസിന് വേണ്ടിയുള്ളത്, പിന്നെ കുറേ സെൽസ് എന്ന് പറയുന്നത് ബ്ലഡിലൂടെയുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള സെല്ല് ഡിവിഷൻസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ ഡിവൈഡ് ചെയ്യുന്നത് ഒരു നമ്മുടെ കയ്യിലോ കാലിലോ മാത്രമുള്ള ഓരോരോ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ബോഡി ഫുള്ളും ഏതൊക്കെ പാർട്സ് ഉണ്ടോ ആ പാർട്സിനെല്ലാം ഈ സെൽസ് കൊണ്ട് ഓരോരോ ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പറയുന്നത് ടിഷ്യൂ എന്തുവാണെന്ന് പറയാൻ പോകും. വാട്ട് ഈസ് ടിഷ്യൂ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാമെന്നുള്ളത് നോക്കാൻ പോകുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഹാവ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരിക്കും ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരിക്കും, അത് സിമിലർ ഇൻ സ്ട്രക്ചറിൽ സിമിലർ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. സ്ട്രക്ചറിൽ സിമിലർ ആണെങ്കിലും പക്ഷേ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതിന് ഓരോരുത്തരും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ ഫങ്ഷൻസ് കാണും. ഇതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. സ്ട്രക്ചറിൽ മാത്രം സിമിലർ ആയിരിക്കുമെന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവുക. കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The bodies of plants and animals consist of different types of tissues, each of which performs a specific function. ഇപ്പോൾ ആനിമൽസിനകത്താണെങ്കിലും പ്ലാന്റ്സിനകത്താണെങ്കിലും അതിൻ്റെ ബോഡിയിൽ ഇഷ്ടം പോലെ തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. എല്ലാത്തിനും ഓരോരോ സ്പെസിഫിക് ഫങ്ഷൻസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടിഷ്യൂസും ഉണ്ട്, ഒരുപാട് സെൽസ് ഉണ്ട്, എല്ലാത്തിനും പക്ഷേ എന്തോ ഓരോരോ ഫങ്ഷൻസാണ്. ഇപ്പോൾ ഈ ടിഷ്യൂസിനെല്ലാം ഓരോരോ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് നമ്മൾ എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്ലാന്റ് ടിഷ്യൂസ് ആർ ബേസിക്കലി ഓഫ് ടു കൈൻഡ്സ്, മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. അതിനകത്ത് നമ്മളിന്ന് മെരിസ്റ്റമാറ്റിക് മാത്രമേ നോക്കുന്നുള്ളൂ. പെർമനൻറ്റ് ടിഷ്യൂസ് നമ്മൾ പിന്നെ ഒരു ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പം കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേനും പ്ലാന്റ്സിലും ആനിമൽസിൻ്റെയും ബോഡിയിൽസ് ഒരുപാട് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്ലാന്റ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും സെപ്പറേറ്റ് നമുക്ക് ഓരോരോ ഡിവിഷൻസായിട്ട് ഒത്തിരി അത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പ്ലാന്റ് ടിഷ്യൂസിലുള്ള ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് രണ്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടു കൈൻഡ്സ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് മാത്രം നമുക്കിപ്പോൾ നോക്കാമേ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് കൊണ്ടാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നിർമ്മിതമായിരിക്കുന്നത്. Their only function is to produce more cells leading to the growth of the plant body. അതിൻ്റെ ഒരേ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് മോർ സെൽസ്, ഒരുപാട് സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്, ചുമ്മാതെ മടി പിടിച്ചിരിക്കുന്ന സെൽസ് ഒന്നുമല്ല, ആക്റ്റീവായിട്ട് എപ്പോഴും ഡിവൈഡിങ് നടന്നുകൊണ്ടേയിരിക്കുന്ന സെൽസാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലുള്ള സെൽസ് എന്ന് പറയുന്നത്. അപ്പം അത് മോർ സെൽസ്, ഒരുപാട് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഈ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടി. ഈ സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെടിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കും, അതിൻ്റെ ഫുൾ ഇപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ചെടി, അപ്പോൾ ഹൈബിസ്കസ്, അപ്പോൾ ആ ചെടിയുടെ പ്ലാന്റിൻ്റെ ഫുള്ള് ഗ്രോത്തിനും ഇഷ്ടംപോലെ സെൽസ് വേണം. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനകത്തുള്ള സെൽസ് എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ഹിബിസ്കസ് ചെമ്പരത്തിയുടെ ഒരു പേര് ഇത് മാത്രമല്ല, നമ്മൾ എല്ലാ ചെടികളുടെയും അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും കാര്യം തന്നെയായി പറയുന്നത് കേട്ടോ. ദെയർ ഓൺലി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് മോർ സെൽസ്, ഒരുപാട് സെൽസിനെ ഉൽപ്പാദിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ്? ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടി, പ്ലാന്റ് ബോഡിയുടെ ഗ്രോത്തിന് വേണ്ടി. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എവിടെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഗ്രോയിങ് പോയിൻറ്റ്സിൽ എല്ലായിടത്തും തന്നെ, ഈ പ്ലാന്റിലുള്ള എല്ലാ ഗ്രോയിങ് പോയിൻറ്റ്സിലും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കാണാൻ പറ്റും. ലൈക്ക് ദി ടിപ്പ് ഓഫ് ദി റൂട്ടിൻ്റെ ടിപ്പിൽ, സ്റ്റെംസിൽ കാണും, ആൻഡ് ബ്രാഞ്ചസ് വേ ഗ്രോത്ത് ഇൻ ലെങ്ത് ഒക്കേഴ്സ്. ഇതിൻ്റെ നീളത്തിന്, പ്ലാന്റ് എത്രത്തോളം നീളം വെച്ച് നല്ല ഉയരത്തിൽ പോകത്തില്ല, അതിൻ്റെയും എല്ലാം അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. തിക്നെസ് ഓഫ് ദി സ്റ്റെം എന്ന് പറയുന്നത്, സ്റ്റെമ്മിൻ്റെ തിക്നെസ്സിന് കാരണവും ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്.
ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനകത്ത് കൊടുത്തിരിക്കുന്നത്. 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദ സെൽസ് ആർ സ്മോൾ ആണ്, ദ സെൽസ് ആർ തിൻ, സെൽ വാൾസ് ആണ്, സെൽ വാൾസ് ആർ തിൻ, സെൽസ് സ്മോൾ ആയിരിക്കും, സെൽ വാൾസ് എന്ന് പറയുന്നത് തിൻ ആയിരിക്കും. ദ ന്യൂക്ലിയൈ ലാർജ് ആൻഡ് കോൺസ്പീക്യൂസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അതിൻ്റെ ന്യൂക്ലിയൈ അല്ലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് ആണ്, കോൺസ്പീക്യൂസ് ആണ്, നല്ലതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈ ന്യൂക്ലിയനെ കാണാൻ സാധിക്കുന്നതാണ്. ദ സെൽസ് ആർ ഓൾമോസ്റ്റ് വിത്തൗട്ട് വാക്യൂൾസ്. ദ സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ടു ആഡ് ന്യൂ സെൽസ്. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ നോക്കി? നമ്മൾ സെല്ല് കണ്ടുപിടിച്ച് ആരാണെന്ന് പറഞ്ഞു, സെല്ല് എന്താണെന്ന് പറഞ്ഞു, പിന്നെ യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പോയി. പിന്നെ ലൈഫ് ബിഗിൻസ് എന്നും പറഞ്ഞൊരു ചാർട്ടിനകത്തുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളുടെ സെല്ല് എല്ലാം കൂടെ കുറേ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ആവുന്നു, ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന് ഓർഗൻസ് എല്ലാം കൂടെ ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗൻ സിസ്റ്റം എല്ലാം കൂടെ ചേർന്ന് മൊത്തം ഈ പ്രക്രിയകൾ നടക്കുമ്പോഴാണ് ഒരു വൺ ഓർഗാനിസം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ടിഷ്യൂസിനെയാണ് നോക്കിയത്. ടിഷ്യൂസിനകത്ത് നമ്മൾ കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് പറഞ്ഞു, ടിഷ്യൂ എന്താണെന്ന് പറഞ്ഞു, കൈൻഡ്സ് ഓഫ് ടിഷ്യൂസിനകത്ത് പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ട്, ആനിമൽ ടിഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഒരുപാട് ഡിവൈഡിങ്സും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്ലാന്റ് ടിഷ്യൂസിനകത്തുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയുള്ളൂ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇത് കേട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് ഇത്രയും ഭാഗമൊന്നും വായിക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വലിയ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. നമ്മളത് ഇത്രയും നമ്മൾ ഇപ്പം തന്നെ ഇരുന്ന് ജസ്റ്റ് ഒരു 2 ടൈംസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു മക്കളെ.